നമസ്കാരം. ബോംബെറിഞ്ഞു തീർക്കാൻ വാട്സപ്പ് ഗൂഢാലോചന. ഇത്രയും ഗതികെട്ടവർ ഇവർ മാത്രമേ ഉള്ളൂ. ഗൂഢാലോചന പുറത്തു വന്നിരിക്കുന്നു. സത്യത്തിൽ വടകരയിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ നടന്ന ബോംബേർ. ആ ബോംബേറിൽ CPM സത്യത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞതിൽ ഈ DYFIക്കാർ വാട്സപ്പ് ചാറ്റുകൾ, അവരുടെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം ശക്തമാകുമ്പോഴും പ്രതികളെ പിടികൂടുവാൻ പോലീസിന് കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും പിടികൂടാത്തത് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വടകര തോടന്നൂരിലെ ബിദുലാലിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ്. സംഭവത്തിൽ CPM നേതൃത്വത്തിന് പങ്കുണ്ട് എന്നുള്ള ആരോപണമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തിയതോടെ മലബാർ മേഖലയിൽ രാഷ്ട്രീയ സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:36 മൂന്നംഗ സംഘം ബിദുലിന്റെ വീട്ടിലേക്ക് ബോംബെറിയുന്നത്. വീടിന്റെ ജനൽപ്പാളികളും സൺഷെയ്ഡും തകർത്ത സ്ഫോടനം വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ള സൂചനകൾ. ബിദുലിന്റെ വീട് അന്വേഷിച്ച് DYFI പ്രവർത്തകർ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ അടക്കം പുറത്തു വന്നത് CPMനെ കൂടുതൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടെ ബിദുലിന്റെ വീട് സന്ദർശിച്ച CPM നേതാവ് കൂടിയായിട്ടുള്ള കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടി ആക്രമണത്തെ തള്ളിക്കളഞ്ഞത് പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തിയുടെ സൂചന നൽകുകയാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വരുന്നത്. CPMന്റെ പോഷക സംഘടനയെ പോലെ പോലീസ് പെരുമാറുന്നുവെന്നുള്ള പ്രധാനമായിട്ടുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. സ്ഫോടനം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും CCTV ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഉണ്ടായിട്ടും പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകൾ അണികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതാണ് എന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം ശക്തവുമാണ്. തുടർച്ചയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ നിരാശ മറികടക്കുവാൻ CPM അക്രമം അഴിച്ചുവിടുകയാണ് എന്ന വിമർശനം കൂടി വരുന്നുണ്ട്. KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ നടന്ന ബോംബേറിന് പിന്നിൽ CPM ആണ് എന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റേത് എന്നും വടകര MP ഷാഫി പറമ്പിൽ അടക്കം പറയുകയും ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ബിദുലിന്റെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ബിദുലിന്റെ വീട് സന്ദർശിച്ച ശേഷം ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് കൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:36 വടകര തോടന്നൂരിലെ ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. മൂന്നംഗ സംഘം ബോംബെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു. സ്ഫോടനത്തിൽ വീടിന്റെ ജനൽപ്പാളികളും സൺഷെയ്ഡും തകർന്നു. മന്ത്രിയെ ആക്രമിച്ചു എന്ന നിലയിൽ കള്ളപ്രചരണം നടത്തി പ്രവർത്തകരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യം CPM നേതൃത്വം ചെയ്യുന്നു. ഇവരുടെ ഗതികേടാണ്. ഈ പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. DYFI പ്രവർത്തകർ ബിദുലിന്റെ വീട് അന്വേഷിച്ച് നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ചു തിരിച്ചു എന്ന ഗോവിന്ദൻ മാഷിന്റെ ആരോപണം പച്ചക്കള്ളമാണ് എന്ന് ഷാഫി അടക്കം പറയുന്നു. മന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി വന്നത് ഗൺമാനാണ് എന്ന് തെളിഞ്ഞിട്ടും അക്രമം സമരക്കാരുടെ തലയിൽ കെട്ടിവെക്കുവാൻ CPM ശ്രമിക്കുന്നു. BJP നേതാക്കൾ അക്രമം കാണിക്കുമ്പോൾ മിണ്ടാത്ത CPM, KSU പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ വീട്ടിൽ കയറി ബോംബെറിയുകയാണ് എന്നുള്ള വിമർശനം കൂടി വരുന്നുണ്ട്. അപ്പൊ പോലീസ് CPMന്റെ പോഷക സംഘടന പോലെയാണ് പെരുമാറുന്നത് എന്നും പ്രതികളെ പിടികൂടിയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഷാഫി പറമ്പിൽ അടക്കം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതേസമയം ബിദുലിന്റെ വീട് സന്ദർശിച്ച കുറ്റ്യാടി MLA, ഞാൻ ആദ്യം പറഞ്ഞ പോലെ KP കുഞ്ഞമ്മദ് കുട്ടി അക്രമത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ കയറിയുള്ള അക്രമം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. ബിദുലിന്റെ പിതാവ് ബാലന്റെ പരാതിയിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിൽ കൂടിയും ഇതുവരെയും പ്രതികളെ കിട്ടിയിട്ടില്ല, പ്രതികളെ പിടിച്ചിട്ടില്ല എന്നുള്ള. മന്ത്രിയെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ ബിദുൽ ബാലൻ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. പക്ഷേ ആ റിമാൻഡ് കാലാവധി ഇന്ന് കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷം മാത്രമായിരിക്കും അതിന്റെ ഒരു വിധി വരിക. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബോംബെറിഞ്ഞ് തീർക്കുവാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലെ ഗൂഢാലോചന നടത്തുന്ന CPMകാരെ ഇത്രയും ഗതികെട്ടവരെന്ന് പറയേണ്ടി വരുന്നു. ഇത്രയും ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു വൃത്തികെട്ട സമീപനം സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഈ പാർട്ടി തരംതാണ് പോകുന്നത്. ആ പാർട്ടിയുടെ അന്ത്യമാകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്.